ജോസഫിൻ്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ജോസഫിൻ്റെ സഹോദരന്മാർ അവർ തീരുമാനിച്ചുറച്ചൊരു കാര്യം, അവനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയണം. അതോടെ തീരും അവൻ്റെ സ്വപ്നവും അവൻ്റെ വെളിപ്പാടുമെല്ലാം എന്ന് വിചാരിച്ചവർ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ അതിലും ചില സഹോദരന്മാർക്ക് ചില മനസ്സാക്ഷിയുണ്ടല്ലോ. ഒരു സഹോദരൻ പറഞ്ഞു, എന്തായാലും നമ്മുടെ സഹോദരനല്ലേ, അവനെ നമുക്ക് ഏതെങ്കിലും കച്ചവടക്കാർക്ക് വിറ്റ് കളയാം. അങ്ങനെ മിദ്യാനിയ കച്ചവടക്കാർക്ക് വിറ്റു. അപ്പോൾ ഇതോടെ അവരുടെ പ്രശ്നങ്ങൾ തീർന്നു എന്നവർ വിചാരിച്ചു. എന്നാൽ മിദ്യാനിയ കച്ചവടക്കാർ അവിടുത്തെ പൊത്തിഫറിൻ്റെ ഭവനത്തിലേക്കാണ് തന്നെ വിറ്റത്. അവിടെയും പൊത്തിഫറിൻ്റെ ഭാര്യ ജോസഫിനെ പാപത്തിലേക്ക് ക്ഷണിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ജോസഫിനോട് കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ദൈവം ജോസഫിനോട് കൂടെയായിരുന്നു എന്നാണ്. എൻ്റെ പ്രിയരെ, ജോസഫ് ഈ പാപത്തെ എന്നാൽ ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പുതപ്പും വലിച്ചെറിഞ്ഞിട്ട് താൻ ഓടി നേരെ കാരാഗ്രഹത്തിലാക്കപ്പെട്ടു. അവിടെ വെച്ച് അവിടെയും തീരുമെന്ന് വിചാരിച്ചു കാണും. പക്ഷേ ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം, ഒരു ഇടപെടൽ, കാരാഗ്രഹ പ്രമാണിക്ക് യോസഫിനോട് ദയവുണ്ടായി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ടും തീർന്നില്ല. ജോസഫിനെ ദൈവം ഉയർത്തി മാനിച്ചു. മിസ്രൈമിലെ പ്രധാനമന്ത്രി പദത്തിലേക്കാണ് ജോസഫിനെ ദൈവം ഉയർത്തി മാനിച്ചത്. നോക്കണം, എന്താണ് ഇതിൻ്റെ പിറകിലുള്ള ദൈവിക പദ്ധതി എന്ന് നാം ചിന്തിക്കുമ്പോൾ, ഇസ്രായേലിൽ ക്ഷാമമുണ്ടാകും, അത് ദൈവത്തിൻ്റെ പ്ലാനാണ്. എന്നാൽ ഇസ്രായേൽ മക്കളെ അവരെ രക്ഷിക്കേണ്ടതിന് വേണ്ടി ദൈവം മുന്നവേ ജോസഫിനെ മിസ്രൈമിലേക്ക് അയച്ചു എന്നതാണ്. അത് നാം പുസ്തകം പഠിക്കുമ്പോൾ ജോസഫ് തന്നെ പറയും, നിങ്ങളെനിക്ക് ദ്രോഹം ചെയ്തിട്ടില്ല, പക്ഷേ ദൈവം എന്നെ മുന്നവേ അയച്ചതാണ്. കാരണം നിങ്ങൾക്ക് ക്ഷാമമുണ്ടാകുമ്പോൾ നിങ്ങളെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു, പദ്ധതിയായിരുന്നു അത്. ഇന്ന് ഈ പ്രഭാതത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചുയരുമ്പോൾ പതറിപ്പോകരുത്. ജോസഫിനെ ഉയർത്തി മാനിച്ച ദൈവം നമ്മുടെ മേലും ഒരു വാഗ്ദത്തം അഥവാ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ട്. അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോടുകൂടെ വചനത്തെ ഏറ്റെടുക്കാൻ കഴിയുമോ? ഇന്ന് ഈ പ്രഭാതം നമുക്കൊരു അനുഗ്രഹവും നന്മയും വിടുതലുമായി മാറും. ഗാഡ് ബ്ലസ് യു ഓൾ.